അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ പാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. കുറേ കാര്യങ്ങൾ നമ്മൾ വണ്ടിയിൽ കൊണ്ട് സെറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൂടെ എടുത്ത് വണ്ടിയിലോട്ട് പോകുന്നു. ഹായ്, അപ്പോൾ നമ്മുടെ ഓൾ കേരള ട്രിപ്പ് ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിൻ്റെ അവസാന ഘട്ട പരിപാടികളിലേക്ക് നിൽക്കുകയാണ്. നമ്മുടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിന് ശേഷം ഉള്ള കാര്യങ്ങൾ നമ്മൾ നാളെയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശമുള്ള കാര്യങ്ങളെല്ലാം ഡ്രസ്സ്, അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ്, പിന്നെ ഒരുപാട് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് വണ്ടിയിലേക്ക് കയറ്റണം നാളെ. അപ്പോൾ ഇന്ന് 12:30 ആയിട്ടുണ്ട്. അതായത് ഇന്ന് തന്നെയാണ് പോകുന്നത്. അപ്പോൾ 12:30 ആയി. ഇന്ന് രാവിലെയാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. ഇനി നമ്മൾ വണ്ടിയിലേക്ക് സാധനങ്ങൾ കയറ്റണം. കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മെഡിസിൻ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മെഡിസിൻ കൂടെ നമ്മൾ കയ്യിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ബാക്കി പിന്നെ നമ്മുടെ തന്നെ ഡ്രസ്സ്, പിന്നെ നമ്മൾ ഫുഡ് പാചകം ചെയ്താണ് നമ്മൾ പോകുന്ന അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ സ്റ്റേ ഉദ്ദേശിക്കുന്നത് PWD റൂമാണ്. പിന്നെ നമ്മുടെ കൂട്ടുകാരെ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കൂടെ നോക്കും. അപ്പോൾ ഇപ്പോൾ PWD റൂമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി സാധനങ്ങൾ നമ്മൾ വണ്ടിയിലേക്ക് ലോഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ നേരെ താമസിച്ചാണ് ഞാനും വന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ എന്തൊക്കെയാണ് റെഡിയാക്കിയിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഓൾ കേരള ട്രിപ്പിന് നമ്മുടെ ഫുഡിൻ്റെ സെക്ഷനിൽ വരുന്ന പ്രിപ്പറേഷൻസാണ് കാണുന്നത്. ഇതെല്ലാം നമുക്ക് ഇത്രയും ദിവസത്തേക്ക് ആവശ്യമാണ് എന്നാണ് വിചാരിക്കുന്നത്. 20 ദിവസത്തേക്കുള്ള സാധനങ്ങളാണ്. ഈ ഒരു ബോക്സ് നമ്മൾ എടുത്തേക്കുന്നത് എല്ലാം ഇത് കുക്ക് ചെയ്യുന്നതിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെ വിവിധമായിട്ട് പൊടി, പിന്നെ നമ്മൾ നേരത്തെ കണ്ട വീഡിയോയിലുള്ളതുപോലെ മീനച്ചാറ്, ചമ്മന്തിപ്പൊടി, അങ്ങനെ അടമാങ്ങ അച്ചാർ, അങ്ങനെ പല ടൈപ്പിലുള്ള അച്ചാർ ഐറ്റംസും, പിന്നെ എല്ലാ പൊടി ഐറ്റംസും, കുക്ക് ചെയ്യേണ്ട എല്ലാ പൊടി ഐറ്റംസും ഉണ്ട്. ഈ സെക്ഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എനിക്കിഷ്ടമുള്ള സെക്ഷനാണ്. കാരണം നമ്മുടെ പലഹാരങ്ങളെല്ലാ ഐറ്റംസും ഉണ്ട്. അമ്മ ഉണ്ടാക്കി തന്ന ചക്ക വറ്റൽ, അവലോസുണ്ട, നമ്മൾ മുന്നേ വീഡിയോ കണ്ടേ പോലെ ഉണ്ട്. പപ്പ ചെറിയ ചെറിയ ബോക്സിലാക്കി, ചെറിയ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അവിൽ വിളയിച്ച് എന്നാണ് എൻ്റെ പേര്. ചിപ്സ്, അങ്ങനെ എല്ലാ ഐറ്റംസും, ചിപ്സ്, മുറുക്ക്, അങ്ങനെ ഇതെല്ലാം നമ്മളൊരു ബോക്സിലാക്കി. അപ്പോൾ ആവശ്യമനുസരിച്ച്, ഇത് അവരോസുണ്ട് കേട്ടോ, അപ്പോൾ ആവശ്യമനുസരിച്ച് ഇത്രയും ദിവസത്തേക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. അതാ ഓക്കെ. അടുത്ത് ഇതിൽ ആവശ്യം വരുന്ന പലവ്യഞ്ജന സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബോക്സിൽ നമ്മൾ കുക്കർ നമുക്ക് ആവശ്യമാണ്. പിന്നെ ഇതിനടിയിൽ അമ്മ തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട്, ഉള്ളി, പിന്നെ അമ്മ നാഴി വരെ എടുത്തിട്ടുണ്ട് അരിയൊക്കെ അളന്നെടുക്കാൻ വേണ്ടി. പിന്നെ തവി, ഈ സംഭവം ഇത് ഇമ്പോർട്ടൻ്റ് കണ്ടോ, ഈ സംഭവം കണ്ടോ, ഇതിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ചമ്മന്തി തോരന് ഇടിച്ച് റെഡിയാക്കുന്നത്. പിന്നെ അത്യാവശ്യം 2 ദിവസത്തേക്ക് വേണ്ട വെജിറ്റബിൾസ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ദോശ ചൂടാനുള്ള സംഭവം, കുറച്ച് അരിപ്പൊടിയുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് വെച്ച് കൊഴുക്കട്ടയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇത് മുന്നേക്ക് ഏത്തക്ക പൊടി എടുത്തു, കുറച്ച് പൂരക പൊടി. ഇത്രയും ദിവസം വേണമല്ലോ, അപ്പോൾ ചോറ് മാത്രം കഴിക്കത്തില്ല, അപ്പോൾ അങ്ങനെ അതും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്ലാസ്. അടുത്ത് ഇത് റൈസ് കുക്കറാണ്. റൈസ് കുക്കർ ഉദ്ദേശിക്കുന്നത് നമുക്ക് വെള്ളമൊക്കെ തിളപ്പിച്ച് അരിയിട്ട് തിളപ്പിച്ചതിന് ശേഷം നാളത്തേക്കുള്ള ചോറ് നമ്മൾ റെഡിയാക്കിയതാണ് വെച്ചേക്കാണ്. ഇതിനകത്തോട്ട് വെച്ച് ഇതിനകത്തിരുന്ന് വേവും, തിളപ്പിച്ച് ഇതിനകത്തോട്ട് വെച്ചാൽ മതി. അപ്പോൾ അതിനകത്തിരുന്ന് വേവും. പിന്നെ ഇതെല്ലാം എല്ലായിടത്തും കിട്ടുന്ന സാധനങ്ങളാണെങ്കിലും നമ്മൾ ഇതിന് വേണ്ടി കയറി ഇറങ്ങി നിൽക്കുന്നതിനെക്കാട്ടിയും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി നമുക്ക് അതിനുള്ള സ്പേസ് നമ്മുടെ വണ്ടിയിലെ ഡിക്കിയിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. പിന്നെ ഈ സാധനം എല്ലാവർക്കും അറിയായിരിക്കും, തേങ്ങ പൊട്ടിച്ചിട്ട് ചിരണ്ടി എടുക്കാനുള്ളതാണ്, എളുപ്പത്തിനുള്ള സംഭവമാണ്. ഇത് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ പാത്രങ്ങളുണ്ട്. നമ്മൾ കഴിക്കുന്ന പാത്രങ്ങൾ, സ്പൂണ്, കരണ്ടി, കപ്പ്, എല്ലാ സംഭവം. ഇതിലൊരു പുട്ടുകുടം, പഴയ കുറച്ച് പുട്ടുകുടം കൊടുത്തിട്ട് പുതിയത് വാങ്ങിച്ചത്. പിന്നെ കയറ്
അതൊക്കെ വെച്ചേക്കുന്നതാണ്. എവിടെയെങ്കിലും നമ്മൾ ടാർപ്പ എടുക്കുന്നുണ്ട്. അപ്പോൾ ടാർപ്പ എടുത്ത് ഒരു ടെൻറ്റ് പോലെ ചെറുതായിട്ട് കെട്ടുന്നെങ്കിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയേ അതിനു വേണ്ടി എടുത്തതേ ഉള്ളൂ. പിന്നെ പപ്പത ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് മാത്രമല്ല വേറൊരു കണ്ട വേറെ വലിയ ഇത് നിറച്ച് ഇവിടെ തുറക്കാൻ പറ്റുമല്ലേ. അപ്പം ഇവിടെ പോയി ഇതിൻ്റെ പ്രവർത്തനം നാളെ കാണിച്ചത്. നമ്മൾ ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാ ദിവസവും ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടി പപ്പ പ്രത്യേക കഷ്ടപ്പെട്ട് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം പേപ്പർ പാത്രങ്ങളാണ്. നമ്മൾ യാത്രയിലെ പെട്ടെന്ന് നമുക്ക് കഴിച്ചിട്ട് കളയാൻ വേണ്ടിയിട്ട് ഉള്ള പേപ്പറിൻ്റെ പാത്രങ്ങളാണ് ഇത്. കറണ്ടിലെ കെറ്റിലല്ലേ. അപ്പോൾ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ. ഇത് നാളത്തേക്കാണ്. നാളെ ഉച്ചത്തേക്കുള്ള ഫുഡ് കൊണ്ടുപോകും, വൈകിട്ടത്തേക്കുള്ള. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫുഡ് ഐറ്റംസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കാര്യങ്ങൾ. ഇത് ടാർപ്പ പോലത്തെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലാണ് നമ്മൾ എല്ലാ ലഗേജും കയറ്റാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും സ്പേസ് നമുക്ക് ലഗേജിനായിട്ട് ഈ വണ്ടിയിൽ ഉണ്ട്. ഇതെപ്പോഴും എടുക്കണ്ടല്ലോ, നമുക്ക് ബാഗല്ല ഇവിടെ വയ്ക്കാമോ? ഇങ്ങനെ ബോക്സിൽ വെക്കുമ്പോൾ ചഴഞ്ഞ് കിടക്കൂലല്ലേ. ഒരു ഫിക്സഡ് ഒരു സാധനം എടുക്കുമ്പോൾ അങ്ങനെ കിടക്കണ്ട. അപ്പോൾ ഈ പാത്രം കണ്ടോ ചഴഞ്ഞ് കിടക്കണുണ്ടോ. അപ്പോൾ ഏകദേശം സാധനങ്ങൾ നമ്മൾ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 1:30 മണിയായി. 1:30 ആവാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നാളെ രാവിലെ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ യാത്ര ആരംഭിക്കും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ തുടർന്ന് എപ്പിസോഡുകളെല്ലാം വരുന്നതായിരിക്കും. നമുക്ക് കുറച്ച് സ്പോൺസറിങ് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ഒന്നും ആയിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് കുറച്ച് സ്പോൺസറിങ് ആയിട്ടുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം, കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഇതേ പേരിൽ തന്നെ അക്കൗണ്ട് ഉണ്ട്. അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നമ്മളെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ രാവിലത്തെ കാഴ്ചകളിൽ കാണാം. സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ ദൈവമേ, പരിശുദ്ധാത്മാവേ, അരുമനാഥായി നല്ല സംവേദനമായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു ദിവസത്തിന്റെ പ്രഭാസമയം കാണുവാൻ തക്കവണ്ണ സാവകാശം കൃപയാൽ ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ സ്തോത്രം ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ പാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. കുറേ കാര്യങ്ങൾ നമ്മൾ വണ്ടിയിൽ കൊണ്ട് സെറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ള കാര്യങ്ങളുടെ എടുത്ത് വണ്ടിയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മൾ യാത്ര ആരംഭിക്കുന്നതിന് മുന്നേ പ്രാർത്ഥിച്ച് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് പറഞ്ഞത് ഓക്കെ, രാഹിയുടെ അമ്മയും എൻ്റെ അളിയൻ്റെ വൈഫും. ഇപ്പോൾ ഇവർ നമ്മളിവിടെ ഇന്നലെ ഉണ്ടായിരുന്നു, ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ പാചകം ചെയ്ത രാഹിയുടെ അമ്മയാണ്. കുറേ സാധനങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ രാഹിയുടെ അമ്മയാണ് ചെയ്തു തന്നത്. പിന്നെ അവർ ബാക്കിയുള്ള ഒരു സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു. എൻ്റെ ചേട്ടനും കുടുംബവും അടുത്ത വേറൊരു വീട്ടിലാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട്, രാവിലെ 6:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മഴ മുന്നറിയിപ്പൊക്കെ മാറി എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴും മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്തായാലും ഈ സാഹചര്യത്തിൽ നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഇനി വെച്ച് നീട്ടിക്കഴിഞ്ഞാൽ സംഭവങ്ങൾ നടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇറങ്ങുകയാണ്. ചെറിയ മഴയേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് പോകുന്ന വഴി കാണാം. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ഏറ്റവും പ്രധാന പ്രാർത്ഥനയാണ്. ഞങ്ങൾ ചെറിയൊരു ചാനലാണ്, ഞങ്ങളുടെ ചെറിയൊരു യൂട്യൂബ് ചാനലാണ് ഞങ്ങളത്. നമ്മുടെ ഗ്രേസ് മീഡിയയുടെ സബ്സ്ക്രൈബർ അപേക്ഷിച്ച് ഇത് 100% സബ്സ്ക്രൈബർ മാത്രമേ ഉള്ളൂ. എങ്കിലും വളരെ ആഗ്രഹത്തോടെയാണ് ഞങ്ങളുടെ ഈ ട്രിപ്പ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതിൻ്റെ ആദ്യത്തോടും അന്ത്യത്തോടും, അതായത് ലാസ്റ്റ് എത്തുന്നവരെയും തിരിച്ചുള്ള വരവിലും എല്ലാം നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് മുന്നേ ഓർത്ത് പ്രാർത്ഥിക്കുക. മുന്നേ ഉള്ളതാണ് ഞങ്ങൾക്ക് കുറച്ച് ടെൻഷൻ. കാരണം എല്ലാ ക്ലൈമറ്റും അവന് ഓക്കെ ആണോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇത് കൂടുതൽ കെയർ ചെയ്തുകൊണ്ട് പോവേണ്ടതുണ്ട്. പ്രാർത്ഥിക്കുക, അത് തന്നെ മെയിനായിട്ട് വരുന്നത്. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനും ഒക്കെ നോക്കുക. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം. കുറച്ച് സാധനങ്ങളുടെ വണ്ടിയിൽ കയറ്റാനുണ്ട്. അതിനുശേഷം വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചിട്ട് അതിനുശേഷം നമ്മൾ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ യാത്ര മുതൽ ഇനി അടുത്തൊരു പുതിയൊരു എപ്പിസോഡായിട്ടായിരിക്കും വരിക. ചേട്ടാ
അമ്മ ടാറ്റ ടാറ്റ രാഹി ടാറ്റ രാഹിക്ക് ടാറ്റ ലോഡായ അതിനകത്ത് മുന്നേ അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ഉള്ള ആഗ്രഹമാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഓൾ കേരള ട്രിപ്പ് നമ്മളെ വണ്ടിയിൽ ഏകദേശമുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ കണ്ട് അങ്ങോട്ട് പോകും ഓരോ എപ്പിസോഡായിട്ട്. ഇനി ഒരിടത്തൂടെ പോകാനുണ്ട്, അവിടെ പോയതിന് ശേഷമാണ് നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ടാകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീടിനടുത്തുള്ള സ്കൂള്, കോക്കതമംഗലം സ്കൂള്, മുന്നേ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടുന്ന് പോകാൻ, മഴ പെയ്യുന്നുണ്ട്.